കോവിഡ് കാല PPE കിറ്റിടപാടിൽ ക്രമക്കേടെന്ന CAG 10.23 കോടി രൂപ അധിക ബാധ്യതയായി. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകി. 2 ദിവസം കൊണ്ട് 1000 രൂപയുടെ വർധനവെന്നും പൊതുവിപണിയിൽ 300 ഇരട്ടി കൂടുതൽ പണം നൽകിയെന്നും കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, എന്തൊക്കെയാണ് CAG റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ളത്? സംസ്ഥാന സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ഈ PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം. അന്ന് ലോകായുക്ത അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിലുണ്ട്. KK ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ രീതിയിൽ PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതി നടത്തുന്നതായിരുന്നു പരാതി. അങ്ങനെ അതിൽ ലോകായുക്തയ്ക്ക് അന്വേഷണത്തിന് നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്വേഷണമൊക്കെ തടയാനുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഉണ്ടായതാണ്. ഇപ്പോൾ സർക്കാർ പറയുന്ന അന്നത്തെ ഒരു വാദം എന്ന് പറഞ്ഞിരുന്നാൽ ഈ PPE കിറ്റ് വാങ്ങിയത് അന്ന് മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞുകൊണ്ട് അടിയന്തര ആവശ്യം പരിഗണിച്ചായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ സർക്കാരിന്റെ ഈ പറയുന്ന വാദങ്ങളെ എല്ലാം പൊളിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ CAG റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതും സർക്കാർ തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടിലാണ് ഈ കോവിഡ് കാല PPE കിറ്റിടപാടിൽ ക്രമക്കേട് ഉണ്ട് എന്നുള്ള കാര്യം CAG വ്യക്തമാക്കുന്നത്. 10.23 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായി എന്നുള്ളതാണ് കണ്ടെത്തൽ. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകി എന്നുള്ള കണ്ടെത്തലുണ്ട്. അതിൽ കൃത്യമായി എടുത്തു പറയുന്ന ഒരു കാര്യം, 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്കാണ് ഒരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങുന്നത്. മാർച്ച് 30 ആകുമ്പോഴേക്കും അത് സാൻഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറ്റുന്നു. അവർക്ക് 1550 രൂപയ്ക്ക് ഒരു കിറ്റിന് എന്ന നിലയ്ക്കായിരുന്നു അവരിൽ നിന്നും ഈ PPE കിറ്റ് വാങ്ങുന്നത്. അതായത് ഈ കമ്പനിക്ക്, സാൻഫാർമ കമ്പനിക്ക് തന്നെ മുഴുവൻ പണവും മുൻകൂറായി നൽകുന്ന സാഹചര്യമുണ്ടായി. അവിടെ കുറഞ്ഞ തുകയ്ക്ക് ഈ PPE കിറ്റ് ഓഫർ ചെയ്ത കമ്പനിയാണ് സർക്കാർ തഴഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 3 ഇരട്ടിയിലേക്കൊക്കെ തുക മാറുന്നു, അല്ലെങ്കിൽ വില മാറുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അങ്ങനെയാണ് ഈ 10.23 കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടായത് എന്നുള്ള കാര്യത്തിൽ വന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ചില രാഷ്ട്രീയ കക്ഷികളൊക്കെ പരാതി ആവശ്യപ്പെട്ട് അന്വേഷണം നൽകി ആവശ്യപ്പെട്ട് ലോകായുക്തയൊക്കെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ, അന്നത്തെ ആരോഗ്യ സെക്രട്ടറി രാജൻ കോപ്രഗഡെ, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MD, മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ജനറൽ മാനേജർ എന്നിവർക്കെതിരെയൊക്കെ ഈ രീതിയിൽ പരാതികൾ ഉയർന്നതാണ്. ഇതിനൊപ്പം തന്നെ അന്ന് ഈ ചട്ടങ്ങൾ പാലിക്കാതെ മരുന്നുകളും ഉപകരണങ്ങളും ഒക്കെ വാങ്ങിയതോടെ ഖജനാവിന് വലിയ നഷ്ടമുണ്ടായി എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ വന്നതാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ CAG റിപ്പോർട്ടിലൂടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുകയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. കാരണം അന്ന് പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. അന്നത്തെ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെ CAG പോയിരിക്കുകയാണെന്ന് നിയമസഭയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് ഏതാണ്ട് ഒരു സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ആരോഗ്യ വകുപ്പിന്റെ പോരായ്മകളും വീഴ്ചകളും ഒക്കെ തുറന്ന് കാട്ടുന്ന രീതിയിൽ തന്നെയാണുള്ളത്. ഒരുപക്ഷെ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് കൂടുതൽ പോയി പുറത്തു വരുമ്പോഴും അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തലുകൾ ആരോഗ്യ സംവിധാനത്തെ എങ്ങനെ അഴിമതിക്കായി ദുരുപയോഗം ചെയ്ത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. ഒട്ടനവധി പ്രശ്നങ്ങൾ ഇപ്പോൾ പൊതുജനാരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പോരായ്മകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ കുറച്ച് കാലത്തെ പ്രശ്നങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. നേരത്തെ ഈ കോവിഡ് കാലമൊക്കെ സർക്കാരിന്റെ ചില PR പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു നിന്ന സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അന്ന് സർക്കാരിനെ വിമർശിക്കുന്നതിനൊക്കെ വേറൊരു തരം കണ്ട് മറ്റൊരു തരം പ്രചരണമൊക്കെ നടത്തി കൃത്യമായി പ്രതിരോധിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നു. അന്ന് ആരോഗ്യരംഗത്ത് കേരളം വലിയ മാതൃകയാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോഴാണ് പൊതുജനാരോഗ്യ മേഖലയ്ക്ക്, സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് തന്നെ ഗുണനിലവാരമില്ല, ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, ഇപ്പോൾ PPE കിറ്റ് വാങ്ങിയതിൽ വലിയ അഴിമതി നടന്നിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കണ്ടെത്തലുകളുമായി ഇപ്പോൾ CAG റിപ്പോർട്ട് വരുന്നത്. ഈ നമ്മളിപ്പോൾ ഈ പറയുന്ന ആരോപണവിധേയമായ കമ്പനി എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻഫാർമയിൽ നിന്നുമാണ് സർക്കാർ 3 ഇരട്ടി വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയത് എന്നുള്ളതാണ്. 3 കമ്പനികളാണ് അന്ന് 500 രൂപയിൽ താഴെ PPE കിറ്റുകൾ നൽകാൻ തയ്യാറായ ദിവസം സാൻഫാർമയിൽ നിന്നും 1550 രൂപയ്ക്ക് ഈ രീതിയിൽ PPE കിറ്റ് വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയായിരുന്നു ഈ കരാറെന്ന് മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജ അന്ന് വ്യക്തമാക്കിയ സാഹചര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു അനിത എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് 550 രൂപയ്ക്ക് നൽകിയ കരാർ, ആ കമ്പനിക്ക് 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാനുള്ള ആ കരാർ റദ്ദാക്കിയിട്ടാണ് പിന്നീട് സർക്കാർ ഈ 1550 രൂപയ്ക്ക് സാൻഫാർമയിൽ നിന്ന് കരാർ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. CAG റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മുൻകൂറായി മുഴുവൻ തുകയും ഈ കമ്പനിക്ക് നൽകി എന്നുള്ളത്.
അന്നത് പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ ആരോപണമാക്കിയിരുന്നു. അതും ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ ശരിവെക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആശുപത്രികളെ മരുന്ന് ക്ഷാമം സംബന്ധിച്ച വാർത്തകൾ ജനജീവി നിരവധിയായി പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ KMCSL-ന്റെ നിരവധിയായിട്ടുള്ള പിടിപ്പുകൾക്ക് കാരണം ഈ മരുന്ന് വിതരണത്തിൽ കാര്യമായ പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ CAG നടത്തിയിട്ടുണ്ട്. അത് ഇപ്പോഴും സംസ്ഥാനത്ത് വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ റിപ്പോർട്ടിലെ കൂടുതൽ പരാമർശങ്ങൾ പുറത്തു വരുമ്പോൾ ആരോഗ്യ മേഖലയിലെ കുത്തഴിഞ്ഞ സ്ഥിതി കൂടുതൽ ചർച്ചയാകുന്നത്. നേരത്തെ കാലാവധി കഴിഞ്ഞ് മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളുണ്ട്. 14 വിതരണക്കാരുടെ ഒറ്റ മരുന്നിന്റെ പോലും ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ലാത്ത സാഹചര്യം CAG വിലയിരുത്തിയിട്ടുണ്ട്. ഇതും ജനജീവി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇപ്പോഴും കേരളത്തിൽ നടന്നു വരുന്ന ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്തകൾ നൽകിയിട്ടുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ടി വരേണ്ടതുണ്ട്. കാരണം ഗുണനിലവാര പരിശോധനകൾ എല്ലാ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ പ്രാഥമികമായ പല സാമ്പിൾ പരിശോധനകൾ പോലും പല ജില്ലകളിലും കുറവാണ് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് ജനജീവി പുറത്തുവിട്ടിരുന്നു. അത് വിവരാവകാശ രേഖകൾ അടക്കം അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നേരത്തെ തന്നെ ഈ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ CAG കണ്ടെത്തലുകൾ നമുക്ക് മനസ്സിലാവുന്നത്. 2016 മുതൽ 2021 വരെയുള്ള പ്രശ്നങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ആ കാലത്ത് തന്നെ സംസ്ഥാനത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ പോരായ്മകൾ കൃത്യമായി ഇപ്പോൾ CAG പുറത്തു വിടുകയാണ്. നമ്മൾ അന്ന് കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘം BJP പോലുള്ള സംഘടനകളൊക്കെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ അത് ശരിവെക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ട് തെളിയിക്കുന്നത്. അന്ന് ഈ സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ അന്ന് അത് കേരളത്തിനെതിരെയുള്ള ആക്രമണമാണ് തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയതായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇന്ന് അന്നത്തെ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ഈ PR ഏജൻസികളെയൊക്കെ ഉപയോഗിച്ചുള്ള പ്രചാരണത്തെ പറ്റിയൊക്കെയുള്ള പല ചർച്ചകളും അന്നും ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ ശരിവെക്കുന്നു എന്നുള്ളതാണ് CAG റിപ്പോർട്ടിലൂടെ ഇപ്പോൾ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. CAG റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ കുറവുള്ള കാര്യം കൃത്യമായി CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആർദ്രം മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ല. മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ കാലതാമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി വീഴ്ചകൾ കൂടി ഇപ്പോൾ ഈ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഒരു കാലത്ത് അഴിമതി ആക്രമണമായി ഉന്നയിച്ചാൽ സർക്കാരിനെതിരെ തുടരുക. ഏതൊക്കെ കമ്പനികളായിരുന്നു അന്ന് 500 രൂപയിൽ താഴെ PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നത്? ഏതൊക്കെ കമ്പനികളെ തഴഞ്ഞായിരുന്നു ഇപ്പൊ ഈ മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൽമ എന്ന കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങിയത്? നമ്മൾ അതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം അനിത ടെസ്റ്റിക്കോട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഏതാണ്ട് 550 രൂപയ്ക്കാണ് സർക്കാരിന് PPE കിറ്റ് നൽകിയത്. ഈ കമ്പനിയുമായിട്ടുള്ള കരാർ റദ്ദ് വെച്ചിട്ടാണ് ഈ സാൻ ഫാർമയിലേക്ക് സർക്കാർ പോകുന്നത്. അതിൽ ഈ 3ഓളം കമ്പനികൾ കൂടി 500 രൂപയിൽ താഴെ PPE കിറ്റുകൾ നൽകാൻ തയ്യാറായിട്ടുള്ള ദിവസം തന്നെയാണ് ഈ സാൻ ഫാർമയിൽ നിന്നും 1550 രൂപയ്ക്ക് ഈ മരുന്ന് അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ PPE കിറ്റ് വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അന്നേ ഈ വിഷയങ്ങൾ പുറത്തു വന്നുവെങ്കിലും ഇതിനൊരു ആധികാരികമായിട്ടുള്ള അന്ന് നടന്നത് ഒരു അഴിമതിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ, ഒരു ക്രമക്കേടാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലുകൾ, അതിനൊരു ഔദ്യോഗികമായ ഒരു സർക്കാർ സംവിധാനം തന്നെ, ഒരു കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെയുള്ള ഈ പറയുന്ന കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്ത് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തിക്കുന്ന ഒരു സംവിധാനം തന്നെ കൃത്യമായി പറയുന്നു. അന്നത്തെ ഈ പറയുന്ന ആരോപണങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് സർക്കാർ പ്രതിരോധിച്ചത് എന്നുള്ളത് നോക്കണം. ഒരു കോവിഡ് എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്ന മേഖലയോ അല്ലെങ്കിൽ അന്നത്തെ ഒരു വലിയ പകർച്ചവ്യാധി പ്രശ്നമൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ്. ലോകം മുഴുവൻ ഒരു മഹാമാരിയുടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് എന്ന രീതിയിലൊക്കെ ആയിരുന്നു അന്ന് സംസ്ഥാന സർക്കാരൊക്കെ, മുഖ്യമന്ത്രിയൊക്കെ, ഇടതുപക്ഷ നേതാക്കളൊക്കെ ഇതിനെ പ്രതിരോധിച്ചത്. അപ്പോഴും ബാക്കിയാക്കുന്ന ചോദ്യം, 3 ഇരട്ടി തുകയിൽ ഒരു വസ്തു വാങ്ങി സംസ്ഥാനത്തിന് ഇത്രയധികം തുകയുടെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി വെക്കുന്നതിനെ അഴിമതിയല്ലാതെ എന്താണ് എന്ന് വിളിക്കേണ്ടതെന്നൊരു ചോദ്യം അന്ന് തന്നെ പ്രധാനമായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഉയർത്തിയിരുന്നു. സർക്കാർ പക്ഷേ കൃത്യമായി അതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ പ്രധാന തന്ത്രങ്ങൾക്കും എല്ലാം അതിൽ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം കൊണ്ട് ആ വിവാദങ്ങൾ ഒരു പക്ഷേ ഒരു സൈഡിലൊക്കെ ഒതുക്കി പോകുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. പിന്നീട് ഈ ലോകായുക്തയുടെ അന്വേഷണവും ഒക്കെ വരുന്ന സമയത്തും കാര്യമായി പിന്നീട് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമൊക്കെ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളാകട്ടെ, BJP ആകട്ടെ, എല്ലാ സംഘടനകളും ഉയർത്തിയിട്ടുള്ള
ഈ വിഷയങ്ങൾ കൃത്യമായി തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സർക്കാർ തന്നെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാമത്തെ സമ്പൂർണ്ണ ബജറ്റായി ഈ ബജറ്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് CAG റിപ്പോർട്ടായി സർക്കാർ തന്നെ നിയമസഭയിൽ കൊണ്ടുവരുന്നു. ആ നിയമസഭയിൽ കൊണ്ടുവരുന്നതിനകത്ത് കൃത്യമായി സർക്കാരിന്റെ അന്നത്തെ വീഴ്ചകൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ 2016 മുതൽ 2022 വരെയുള്ള കാലത്തെ പരിശോധനകളാണ് ഈ CAG റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ്. ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് കാലത്ത് നടന്നിട്ടുള്ള അന്നേ അഴിമതി എന്ന വലിയ രീതിയിൽ ആരോപണം ഉയർന്നിട്ടുള്ള 3 ഇരട്ടി തുകയിൽ PPE കിറ്റുകൾ വാങ്ങിയെന്ന് കൃത്യമായി ആരോപണം നേരിട്ട അതേ വിഷയം ഇന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ CAG റിപ്പോർട്ടിന്റെ ഈ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്നുള്ളതാണ്. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് നിയമസഭ നടക്കുന്ന ദിവസമാണ്. ഇന്നു മുതൽ നിയമസഭയിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സർക്കാരിനെതിരെ ഉയർത്താൻ പ്രതിപക്ഷത്തിനൊരു മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോവിഡ് മഹാമാരി കാലത്ത് പിണറായി സർക്കാർ നടത്തിയ പെരുംകൊള്ളയുടെ കണക്കുകളാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.